ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രതീക്ഷിച്ച ഒരു തകർച്ചയാണ് ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. ആഗോള മാർക്കറ്റ്, പ്രത്യേകിച്ച് ഏഷ്യൻ മാർക്കറ്റുകളുടെ തിരിച്ചടികളും അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾ അത് കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് മാർക്കറ്റ് ഒരിക്കലും മുന്നോട്ട് പോകുന്നു പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇന്ന് ഏകദേശം 2% ഏകദേശം 488 പോയിന്റിന്റെ ഒരു ഇടിവാണ് നിഫ്റ്റിയിൽ നമ്മൾ കാണുന്നത്. ബ്രോഡ് മാർക്കറ്റിൽ ഏകദേശം 20% സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. ഓൾമോസ്റ്റ് 80% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ആണ്. നിഫ്റ്റി 50 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡാൽകോ, ടെക് മഹീന്ദ്ര, കോൾ ഇന്ത്യ, ONGC, പവർ ഗ്രിഡ് പോലെയുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ നെഗറ്റീവിലാണ് നിഫ്റ്റി 50യിൽ ക്ലോസ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ബ്രന്റ് ക്രൂഡ് $116 പെർ ബാരൽ എന്ന ലെവലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള ഈ ഒരു വർധനവ് തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള വലിയ ഭീതിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഗോൾഡും അതേപോലെ തന്നെ സിൽവറും ഒരു സേഫ് ഹെവണായിട്ട് ഇൻവെസ്റ്റേഴ്സ് കണ്ടു തുടങ്ങിയെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്രൈസ് ഇന്നും നേരിയ തോതിൽ വർദ്ധിച്ചതായിട്ട് കാണാം. ഓൾമോസ്റ്റ് 1% ഗോൾഡിൻ്റെ പ്രൈസ് ഉയർന്നപ്പോൾ സിൽവറിൻ്റെത് 1.7% ഉയർന്നതായിട്ട് കാണാം. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഡോളർ ഇൻഡെക്സും അതേപോലെ തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ വർദ്ധിക്കുന്നു എന്നുള്ളത് ഈക്വിറ്റിയെക്കുറിച്ചുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രധാനപ്പെട്ട സെക്ടറുകളും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇടിവ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാങ്കിങ് സെക്ടറിലാണ്. അവിടെ പ്രൈവറ്റ് ബാങ്കുകൾ, PSU ബാങ്കുകൾ, ഫൈനാൻഷ്യൽ സർവീസ് സ്റ്റോക്കുകളെല്ലാം വലിയ തോതിൽ ഇടിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടിവിന് കാരണമായിട്ടുള്ളത് RBIയുടെ ഇടപെടലാണ്. നമുക്കറിയാം US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം അതിൻ്റെ റെക്കോർഡ് താഴ്ചയിലേക്കാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പോയത്. 94.85 എന്ന ഓൾ ടൈം ലോയിലേക്ക് അത് പോയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ റൂപ്പി കൂപ്പുകുത്തിയ പശ്ചാത്തലത്തിൽ അസാധാരണവുമായതും അതുപോലെ ശക്തവുമായ ചില നടപടികളുമായിട്ട് RBI മാർക്കറ്റിൽ ഇടപെടുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ RBI നടത്തിയിരിക്കുന്നത് ഈ ഫോറിൻ കറൻസി അത് സൂക്ഷിക്കാവുന്ന ഒരു തുകയ്ക്ക് ഒരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. എല്ലാ ബാങ്കുകളും ഓരോ പ്രവൃത്തി ദിവസം അവസാനിക്കുമ്പോൾ ബാങ്കുകളുടെ കൈവശം വെക്കാവുന്ന ഡോളറിൻ്റെ നെറ്റ് ഓപ്പൺ പൊസിഷൻ $100 മില്യൺ ആയിട്ട് നിജപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ മുമ്പ് ആ ബാങ്കിൻ്റെ മൊത്തം ക്യാപിറ്റലിൻ്റെ 25% വരെ അവർക്ക് ഡോളർ സൂക്ഷിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സൂക്ഷിക്കുമ്പോൾ പല ബാങ്കുകളുടെയും ഡോളർ റിസർവ് എന്ന് പറയുന്നത് $1 ബില്യൺ മുകളിൽ പോയിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ വലിയ തോതിൽ കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് താഴ്ത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഗുണം, ബാങ്കുകൾ ഈ ഡോളർ പൊതുവെ അവർ പൂഴ്ത്തി വെക്കാറുണ്ട്. അപ്പോൾ ആ പൂഴ്ത്തി വെക്കുന്ന ഡോളർ ഇനി അവർ മാർക്കറ്റിൽ നിർബന്ധിതമായിട്ടും വിറ്റഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം ഇതിനു മുമ്പൊക്കെ RBI നേരിട്ട് അവരുടെ കയ്യിലുള്ള ഡോളർ റിസർവ് മാർക്കറ്റിൽ വിറ്റഴിച്ചുകൊണ്ടാണ് റൂപ്പിയുടെ ഫോളിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചത്. അപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചകളിലായിട്ട് $30 ബില്യൺ ഈ ഫോറക്സ് റിസർവ് RBI ഉപയോഗിച്ചതായാണ് കണക്കുകൾ. എന്നിട്ട് പോലും റൂപ്പിയുടെ വാല്യൂ തകരുന്നത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കർശനമായ നടപടിയുമായിട്ട് RBI വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ബാങ്കുകൾ ഈ ഓൺഷോർ അതുപോലെ ഓഫ് ഷോർ ഈ 2 വിപണികൾക്കിടയിൽ, അതായത് വിദേശത്തും ഇന്ത്യയിലുമുള്ള ഈ ഒരു വിപണികൾക്കിടയിലുള്ള ഒരു ആർബിട്രേജ്, അതായത് അവിടെ നേരിയ വ്യത്യാസം എപ്പോഴും ഈ വിലയിലുണ്ടാവും. ഇൻ്റർനാഷണൽ മാർക്കറ്റിലായാലും ഇന്ത്യയിലായാലും ഇതിനിടയിലുള്ള ഒരു ലാഭം കൊയ്യാൻ വേണ്ടി ബാങ്കുകൾ നടത്തുന്ന ചില പ്രാക്ടീസുകളുണ്ട്. അപ്പോൾ ഡോളർ കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് ഉയർന്ന വിലക്ക് വിൽക്കുന്ന ആ രീതിക്കാണ് ഇവിടെ തടയിടപ്പെടുന്നത്. അപ്പോൾ ഈ ഡോളർ ട്രേഡിലൂടെ ബാങ്കുകൾ ഈ രീതിയിൽ കൈവശം വെച്ചിരുന്ന ഡോളേഴ്സ് അത് ഏകദേശം $10 ബില്യൺ മുതൽ $18 ബില്യൺ വരെ ഇപ്പോൾ മാർക്കറ്റിലേക്ക് തിരികെ വരുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബാങ്കുകളുടെ ലാഭത്തിനെ വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ ആ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബാങ്കിങ് സ്റ്റോക്കുകളിൽ വലിയ ഇടിവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ RBI നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശപ്രകാരം ഏപ്രിൽ 10 ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഡോളറുകൾ അവർ പൂർണ്ണമായിട്ടും വിറ്റഴിക്കേണ്ടി വരും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും രൂപയുടെ മൂല്യം കുറയാൻ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിൽ രൂപ കുറച്ച് ശക്തിപ്പെടുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് പല റോ മെറ്റീരിയൽസ് ആയാലും അതുപോലെ തന്നെ സ്വർണം, ഫ്യൂവൽ, ഇലക്ട്രോണിക്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇറക്കുമതി ചെലവ് കുറയുകയും അതുവഴി ഇൻഫ്ലേഷൻ വലിയ തോതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം
താൽക്കാലികമായിട്ടുള്ള ചില നഷ്ടങ്ങൾ ഒരുപക്ഷെ അവർക്കുണ്ടാവും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇത് കൂടാതെ ഏപ്രിൽ 6-8 തീയതികളിലാണ് RBIയുടെ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയാൻ വേണ്ടിയിട്ട് RBI ഒരുപക്ഷെ പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് പൊതുവെ മാർക്കറ്റ് നിരീക്ഷിക്കുന്നത്. കാരണം പലിശ നിരക്ക് ഉയർത്തുമ്പോൾ ഇന്ത്യയിലെ ബോണ്ടുകളുടെയും ബാങ്ക് നിക്ഷേപങ്ങളുടെയും കൂടുതൽ ലാഭം ഇൻവെസ്റ്റേഴ്സിന് കിട്ടും. അത് ഒരുപക്ഷെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ കാരണമാകും. അതുവഴി ഇന്ത്യയിലേക്ക് കൂടുതൽ ഡോളർ ഒഴുകാനും അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യത നെക്സ്റ്റ് RBI മീറ്റിങ്ങിൽ എല്ലാവരും കാണുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ളൊരു നീക്കം ഹോം ലോണ്, കാർ ലോണ്, പേഴ്സണൽ ലോൺ എന്നിവയുടെ EMI വർദ്ധിക്കാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ രാജ്യത്തുള്ള ആ ഒരു പൊതുവായ വിലക്കയറ്റത്തിന് തടയിടാനായിരിക്കും മാർക്കറ്റിലെ ആ പണലഭ്യത കുറക്കുന്ന ഒരു നയമായിരിക്കും RBI സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻസിനെയാണ് നമ്മൾ ഹോക്കി സ്റ്റാൻസ് എന്ന് വിളിക്കുന്നത്. ഇതുകൂടാതെ പലിശ നിരക്ക് മാറ്റത്തിന് പുറമെ പ്രവാസികൾക്ക് NRIസിനെ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ കൂടുതൽ ആകർഷകമായ പലിശ നിരക്കുകൾ നൽകാൻ ബാങ്കുകൾക്ക് ഒരുപക്ഷെ RBI അനുമതി നൽകിയേക്കും. ഇത് കൂടുതൽ വിദേശ നാണ്യം രാജ്യത്ത് എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിൽ RBI നമ്മുടെ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് നിലവിലുള്ള രൂപയുടെ തകർച്ചയെ നിയന്ത്രിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നുള്ള സംശയമില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നെഗറ്റീവായി വന്നേക്കാം. കാരണം മാർക്കറ്റിൽ പണലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ലോൺ ചെലവുകൾ വർദ്ധിക്കും. അതേപോലെ എക്സസ് ലിക്വിഡ് ക്യാഷ് കയ്യിൽ വരുന്നതില്ലാതാകും. അപ്പോൾ മാർക്കറ്റിൽ നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങൾ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആണെങ്കിലും ഓവറോൾ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാണ്. ഇനി നമ്മളിന്ന് നിഫ്റ്റിയുടെ ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നാളെ മഹാവീർ ജയന്തി പ്രമാണിച്ച് ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണ്. അതുകൂടാതെ ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ചില വോളറ്റിലിറ്റിയാണ് ഇന്ന് മാർക്കറ്റിനെ ഈ രീതിയിൽ വലിയ തോതിൽ താഴേക്ക് കൊണ്ടുപോയത്. അപ്പോൾ നാളെ അവധി ആയതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് പൊസിഷൻ എടുക്കുവാൻ ആരും താല്പര്യപ്പെടുകയില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിഫ്റ്റി വന്നിട്ടുള്ളത് 22,300 എന്നുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലിലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ തകർന്നാൽ നമ്മളെല്ലാവരും ഭയക്കുന്ന 22,000 ലെവലിലേക്ക് നിഫ്റ്റി താഴോട്ടേക്ക് പോയേക്കാം. ഇനി മുകളിലോട്ട് പോകാനുള്ള സാധ്യത 22,500 ബ്രേക്ക് ചെയ്യണം. അപ്പോൾ 22,500, 22,600 ലെവലുകളാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലുകൾ. അത് ബ്രേക്ക് ചെയ്താൽ അടുത്ത ഒരു റെസിസ്റ്റൻസ് 22,800 ആണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലുകളാണ് ഇനി നിഫ്റ്റിയുടെ മുമ്പിലുള്ളത്. അതുപോലെ നമ്മൾ കാണുന്നത് ഇന്ത്യ വിക്സ് ഇപ്പോൾ 27 എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇന്ത്യ വിക്സാണ് നമ്മൾ കാണുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ US മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ വോളറ്റിലിറ്റി ഇൻഡെക്സ് 31 എന്ന ലെവലിലാണ് കാണുന്നത്. അതായത് 30 മുകളിലോട്ട് വിക്സ് പോവുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വളരെയധികം ജാഗ്രത സ്വീകരിക്കേണ്ട ഒരു സമയമാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും 27 എന്ന വിക്സിലാണ് നിൽക്കുന്നത്. അത് 30 മുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് കോഷ്യസ് ആകേണ്ട ഒരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലായിട്ട് നമ്മൾ ആവറേജ് ചെയ്യാനുള്ള ക്യാഷ് അക്യുമുലേറ്റ് ചെയ്യുക എന്നൊരു പ്രോസസ്സായിരിക്കണം ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ടത്. കാരണം വലിയ തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ പല നല്ല സ്റ്റോക്കുകളും നല്ല വാല്യുവേഷനിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിരിക്കും. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.